ഇതാ കൊഞ്ചിയും കലപില കൂട്ടിയും ചിറക് കുടഞ്ഞും കൊക്കുരുമയും കിളിക്കൂട്ടം ഇങ്ങെത്തിക്കഴിഞ്ഞു. വർണ്ണാഭമായ ആ തുടക്കത്തിന്, അതായിരുന്നു ഫെബ്രുവരി 1-2 തീയതികളിൽ ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളിൽ അരങ്ങേറിയ ദ്വിദിന സഹവാസ ക്യാമ്പ് കിളിക്കൂട്ട്. പുതുവർഷം വിദ്യാലയത്തിന് നൽകിയ ഏറ്റവും മികച്ച ആകർഷണീയത. കൊഞ്ചിയും കൊക്കുരുമയും ചിറക് കുടഞ്ഞും അവർ വിദ്യാലയ പ്രവേശന കവാടത്തിൽ ഇതാ എത്തിക്കഴിഞ്ഞു. കൃത്യം 9:30 തന്നെ രജിസ്ട്രേഷൻ തുടങ്ങിയതോടെ ബാഡ്ജും പുസ്തകവും പേനയും കൈപ്പറ്റി സ്വസ്ഥാനങ്ങളിൽ അവർ ഉപവിഷ്ടരായി. ചടങ്ങിന് സ്വാഗതമരളിയത് വിദ്യാലയത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന പ്രധാന അധ്യാപിക ശൈലജ ടീച്ചറായിരുന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ശ്രീമതി ഷക്കീല ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സബീഷ് ആയിരുന്നു. ചടങ്ങിൻ്റെ വിശിഷ്ട സാന്നിധ്യമായി ആശംസയർപ്പിച്ച് സംസാരിച്ചത് ബേക്കൽ ഉപജില്ല BPC ശ്രീ ദിലീപ് കുമാർ ആയിരുന്നു. സമൃദ്ധമായ സദസ്സിനെ സാക്ഷി നിർത്തി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിതരണം ചെയ്യുന്ന പത്രത്തിൻ്റെ വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ്റെ മേൽനോട്ടത്തിൽ നടന്നു. കൂടാതെ സഹവാസ ക്യാമ്പിന് ആവശ്യമായ ധനസഹായം ശ്രീ ഖാലിദ് MN, മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രധാനാധ്യാപിക ശൈലജ ടീച്ചർക്ക് വേദിയിൽ വെച്ച് തന്നെ കൈമാറി. തുടർന്ന് PTA പ്രസിഡന്റ് അഭിമന്യു കൊളവയൽ, SMC ചെയർമാൻ അശോകൻ മാണിക്കോത്ത്, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K. വിശ്വനാഥൻ, മദർ PTA പ്രസിഡന്റ് സന്ധ്യ മാണിക്കോത്ത് എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ ശ്രീ രമേശൻ M. നന്ദിയും പറഞ്ഞു. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ശ്രീ രാഹുൽ ഉദിനൂരിൻ്റെ കളിയൊരുക്കം. ദ്വിദിന സഹവാസ ക്യാമ്പിൻ്റെ ആദ്യത്തെ സെക്ഷൻ ആരംഭിച്ചപ്പോൾ നിറഞ്ഞ് കയ്യടിയോടെയാണ് കുരുന്നുകൾ അതിനെ വരവേറ്റത്. അവരുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി അതിൻ്റെ നേർസാക്ഷി. ഇതിന് സമാന്തരമായി ലോവർ പ്രൈമറി വിഭാഗത്തിൻ്റെ കുരുന്നുകൾക്കായി രമാദേവി ടീച്ചർ, അനു ടീച്ചർ, ഹിമ ടീച്ചർ, കുമാർ മാഷ്, സരൽ ടീച്ചർ എന്നിവർ ചേർന്നൊരുക്കിയ പാട്ടിൻ്റെ പാലാടി എന്ന നാടൻ പാട്ടിൻ്റെ ശീലികൾ കോർത്തിണക്കിയ ഒരരങ്ങ്. തപ്പും തുടിയും വായ്ത്താരിയും കൊട്ടും പാട്ടുമായി കുരുന്നുകൾ അരങ്ങുവാണ് കാഴ്ച. തുടർന്ന് 3-ാം തരവും 4-ാം തരവും ചേർന്നൊരുക്കിയ ലഘുഭക്ഷണം. വീണ്ടും അവർ കൂടുകളിലേക്ക് ചേക്കേറി. ഉച്ചയോടെ വിഭവസമൃദ്ധമായ ഊണിനുള്ള ഒരുക്കം. 1-ാം തരവും 2-ാം തരവും ചേർന്ന് 1-ാം തരമായി ഒരുക്കിയ പച്ചടി, കിച്ചടി, സാമ്പാർ, തോരൻ, പപ്പടം, പഴനുറുക്ക് എല്ലാം കഴിച്ച് ഒരല്പം വിശ്രമം. അതിനുശേഷം ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ കൈകാര്യം ചെയ്തത് പ്രശസ്ത നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ ഷൈജു ഗിരിക്കുളം. ചടുലമായ ആംഗലേയ ഭാഷയെ ഈസിയാക്കി ലവ് ഇംഗ്ലീഷാക്കി അദ്ദേഹം അവരുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ചു. അക്ഷരങ്ങളിലൂടെ വാക്കുകളിലേക്ക്, വാക്കുകളിലൂടെ പദസഞ്ചയങ്ങളിലേക്ക് കൈകോർത്ത് നടന്നു. പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി പ്രായഭേദമന്യേ അവരോരോരുത്തരും അറിവിൻ്റെ അളവുപാത്രം അളവില്ലാതെ നിറച്ചു വെച്ചു. സമാന്തരമായി പ്രത്യേകം അലങ്കരിച്ച മറ്റൊരു വേദിയിൽ പ്രൈമറി കുരുന്നുകൾക്കായി ഒരു നിർമ്മാണ കളരി. ബേക്കൽ BRCയിലെ ഷീന ടീച്ചറായിരുന്നു നേതൃത്വം വഹിച്ചത്. കടലാസ് പൂക്കളും വിശറയും നക്ഷത്രങ്ങളും പെൻ സ്റ്റാൻഡും ഒരുക്കി അവരും ആ വർണ്ണ കാഴ്ചകളിൽ പങ്കാളികളായി. വൈകിട്ടത്തെ കളിച്ചിരികൾക്കിടയിൽ വന്നെത്തിയ ചൂട് പഴംപൊരിയും ചായയും നുണഞ്ഞ് അവർ വീണ്ടും ഗണിതം ബഹുരസമാക്കാൻ എത്തിയ സത്യനാരായൺ മാഷിന് മുമ്പിൽ ഇരുന്നു. അന്നത്തെ സായാഹ്ന സെക്ഷൻ അവിടെ തുടങ്ങി.
കർക്കശമേറിയ കണക്കില്ലാത്ത കണക്കിനെ ബഹുരസമാക്കി മാഷും ക്ലാസ് തുടർന്നു. വൈകിട്ടത്തെ കുളിയും വിശ്രമവും കഴിഞ്ഞപ്പോൾ കിളിക്കൂട്ടത്തിൻ്റെ ചർച്ച ഇരുൾ മൂടിയ മാനത്തെക്കുറിച്ചും കണ്ണു ചിമ്മി തുറക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുമായി ഗഗനചാരികളായ ആകാശവിസ്മയങ്ങളെക്കുറിച്ചായി. ഒടുവിൽ പയ്യന്നൂരിലെ രമേഷ് പുതിയറക്കൽ വനനിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനാണ്. വരേണ്ടി വന്നു അവരുടെ സംശയ നിവാരണത്തിനായി. വനനിരീക്ഷണവും മാഷിന്റെ വിശദീകരണവുമായി സമയം നീണ്ടുപോയി. ആകാശവിസ്മയ കാഴ്ച ദർശിക്കാൻ കണ്ണും കാതും തുറന്ന് അധ്യാപകരും രക്ഷാകർത്താക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഒരു മനസ്സോടെ. ഇതിൻ്റെ അവിചാരിതമായി ഏറെ പ്രിയവും വിശിഷ്ടവുമായ വ്യക്തിത്വം കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. ഏത് തിരക്കിനിടയിലും വിദ്യാലയത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും അവർക്കൊപ്പം നിൽക്കുന്ന വിശിഷ്ട സാന്നിധ്യം. ആശംസയുമായി നിറപുഞ്ചിരിയോടെ കുറേ സമയം അദ്ദേഹം കുട്ടികളുടെ കൂടെ ചെലവഴിച്ചു. നിറഞ്ഞ മനസ്സോടെയാണ് അദ്ദേഹം തിരിച്ചുപോയത്. പിന്നെ അവർക്ക് ഏറെ പ്രിയമുള്ള പൊറോട്ടയും ചിക്കൻ കറിയും, ആറാന്തരം ഒരുക്കിയ ഇഷ്ടവിഭവം, വയറ് നിറച്ച് ഇഷ്ടമുള്ള പാട്ടിനൊപ്പം ഇഷ്ടം പോലെ ചുവട് വെച്ച് അവർ, കൂടെ ഞങ്ങളും. ക്യാമ്പ് ഫയർ എന്ന ഓമനപ്പേരിൽ താളം പിടിക്കാൻ പ്രായം മറന്ന അധ്യാപകരും രക്ഷകർത്താക്കളും. ഓരോ മുതിർന്നവരിലും ഓരോ കുഞ്ഞു ഓർമ്മകൾ ഒളിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം ആണ് അന്നവിടെ കണ്ടത്. അന്നത്തെ നല്ല ഓർമ്മകളുമായി നല്ലൊരു പ്രഭാതത്തിനായി കാതോർത്ത് പ്രത്യേകം ഒരുക്കിയ മുറികളിൽ കൂട്ടരോടൊപ്പം കളിച്ചും ചിരിച്ചും അവർ തലചായ്ച്ചു. പുതിയ പ്രഭാതത്തിലേക്ക് ഫെബ്രുവരി 2. അവധി ദിവസത്തിൻ്റെ മടുപ്പില്ലാതെ അവരെ ഉണർത്തിയത് എയറോബിക്സിന് സംഗീതമായിരുന്നു. രേണുക ടീച്ചറായിരുന്നു ക്ലാസ് നയിച്ചത്. പിന്നീട് പ്രകൃതിയെ തൊട്ടറിയാൻ, പക്ഷി സങ്കേതങ്ങളിലേക്ക്, അവരുടെ തട്ടകത്തിലേക്ക്, നിറങ്ങളെ, പ്രഭാതത്തെ, വയലിനെ ഒക്കെ പ്രകൃതി നടത്തും. 7ാം ക്ലാസ്സുകാർ ഒരുക്കിയ രുചികരമായ വെള്ളയപ്പവും കടലക്കറിയും കഴിച്ച് ശാസ്ത്ര സത്യങ്ങൾ നേരിൽ കാണാൻ അനിരുദ്ധൻ മാഷിൻ്റെ സെഷൻ. ശാസ്ത്രവും പരീക്ഷണങ്ങളും. ഏറെ കൗതുകത്തോടെ മാഷിൻ്റെ വാക്കുകൾക്കായി അവർ കാതോർത്തു. ഏറെ മനോഹരവും വിജ്ഞാനപ്രദവുമായി മാഷ് ശാസ്ത്രരഹസ്യങ്ങളുടെ വാതിൽ തുറന്ന് അവരുടെ മുന്നിലെത്തി. പിന്നീട് ക്യാമ്പിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നവണ്ണം 7ാം തരത്തിലെ കുട്ടികൾ എഴുതി തയ്യാറാക്കിയ ആംഗലേയ ഭാഷയിലൊരു വിവരണം വിദ്യാലയത്തിന് കൈമാറി. ദ്വിദിന സഹവാസ ക്യാമ്പിൻ്റെ സമാപനം. 5ാം തരത്തിലെ കൂട്ടുകാർ തയ്യാറാക്കിയ പായസത്തിൻ്റെ മധുരവും പേറി ഓർമ്മകളുടെ കെട്ടഴിച്ച് ഓരോരുത്തരും അഭിപ്രായം തുറന്നു പറഞ്ഞു. ഓർമ്മയുടെ താളുകളിൽ കുറിച്ചിടാൻ ഒരുപിടി സന്തോഷത്തിൻ്റെ, വിസ്മയത്തിൻ്റെ, കുസൃതിയുടെ നുറുങ്ങുകൾ ബാക്കി വെച്ച് അവർ പടിയിറങ്ങി. 2 ദിനം ഇരവും പകലും മുഖരിതമാക്കിയ കിളിക്കൂട്ടത്തിൻ്റെ കൊഞ്ചൽ പടിയിറങ്ങിയതോടെ അങ്കണം നിശബ്ദമായി. ഒന്നുകൂടെ വിദ്യാലയവും സമൂഹവും ഒന്നായി ഒന്നു ചേർന്ന് ഒരു കാഴ്ചയായിരുന്നു സഹവാസ ക്യാമ്പ്. ഈ 2 ദിനങ്ങളിലും വിദ്യാലയത്തിൻ്റെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം. രക്ഷാകർതൃ സമിതി ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചുള്ള കുതിപ്പ്. പങ്കുവെച്ചും പങ്കിട്ടെടുത്തും രാവും പകലുമില്ലാതെ. ശരിക്കും നിങ്ങളും മാസാകൂട്ടരെ.